പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള നാട്, ആ നാട്ടിനെ എടുത്ത് മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യുകയാണ്. കാരണം നബി തങ്ങൾ ജനിച്ച നാട്, നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്, അതിന് വലിയ ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. എന്തിനധികം പറയണം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ ഒരു സൃഷ്ടിയാണല്ലോ അർശ് എന്ന് പറയുന്നത്. ദുആഉൽ കർബ് എന്ന് പറഞ്ഞിട്ട് സഹീഹുൽ ബുഖാരിയിൽ ബാബു ദുആഉൽ കർബ്, പ്രയാസമുള്ള സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയുടെ അധ്യായം. ആ ദുആഉൽ കർബിൽ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം എന്നതിന് ശേഷം അർശിനെ പ്രത്യേകം എടുത്തു പറയുന്നു. ആ അർശ് ഖുർആനിൽ പല സ്ഥലത്തും എടുത്തു പറഞ്ഞ ഒരു അതിമഹത്തായ സൃഷ്ടിയാണ്. ഇതുപോലെ വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്, അല്ലാഹുവിന്റെ കുർസി എന്ന് പറയുന്ന സൃഷ്ടി, അതിനെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറയുന്നു. ഇതേപോലെ അല്ലാഹു ബഹുമാനിച്ച ഒരുപാട് സൃഷ്ടികൾ ഉണ്ട്. ഖുർആനിൽ വളരെ എടുത്തു പറഞ്ഞ ഒരു സൃഷ്ടിയാണ് കഅബ ശരീഫ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ. അങ്ങനെ ഖുർആൻ ആവർത്തിച്ച് എടുത്തു പറയുന്ന കഅബ ശരീഫ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. ഇനി നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. മങ്കാന അദുവ്വൻ ലിജിബ്രീല മങ്കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി. അല്ലാഹുവിനെയും മലക്കുകളെയും എതിർക്കുന്നവർ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്തു പറയാണ്. അങ്ങനെ അല്ലാഹു തആല ബഹുമാനിച്ച ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ എല്ലാവരെക്കാളും ശ്രേഷ്ഠത വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിസ്സിഖാഖി. ഏറ്റവും വലിയ ശ്രേഷ്ഠത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണോ? തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അവിടുത്തെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ണ്, ആ മണ്ണിനേക്കാൾ ബഹുമാനം കഅബ ശരീഫിന്റെ മണ്ണിന് പോലും ഇല്ല.